അവിടെ വേറെ പ്രശ്നമൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ നിരാഹാരം കിടക്കുന്നത് മെൻസ് കമ്മീഷൻ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറയട്ടെ, സവാദ് അങ്ങനെ അവർക്ക് ഒരു കാരണവശാലും സോഷ്യൽ മീഡിയയിൽ വൈറലാവാൻ പറ്റാതെ വരുമ്പോൾ ഒരു പുരുഷനെ ഇരയാക്കി കഴിഞ്ഞാൽ KSRTC ബസ്സിൽ പുരുഷന്മാർക്ക് സംവരണം വേണം. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്നത് സ്ത്രീകളല്ല, പുരുഷന്മാരാണ്. അപ്പൊ നിരാഹാരം കിടക്കുന്ന വ്യക്തികളെ ജയിലിൽ നിന്ന് വിസിറ്റേഴ്സിനെ അനുവദിക്കില്ല, ഇത് കാണാൻ വേണ്ടിയിട്ട് അനുവദിക്കില്ല. ഞാനിപ്പോ അദ്ദേഹത്തിന്റെ വൈഫുമായിട്ട് സംസാരിച്ചു. പുള്ളിക്കാരി രാവിലെ വന്ന് കണ്ടായിരുന്നു, മനസ്സിലായില്ലേ? അപ്പോൾ ഫാമിലിയിൽപ്പെട്ട അടുത്ത ഭാര്യയ്ക്കും അമ്മയ്ക്കും ഒക്കെ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവർ കണ്ടു, അവരോട് ഞാൻ കാര്യങ്ങളെല്ലാം സംസാരിച്ചു. അപ്പോൾ അവിടെ വേറെ പ്രശ്നമൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു. എത്ര ദിവസമായാലും പുള്ളിക്കാരന് ജാമ്യം കിട്ടുന്നവരെ പുള്ളിക്കാരൻ ഭക്ഷണം കഴിക്കില്ല. 14 ദിവസം കിടക്കണ്ട. അതിപ്പം നമ്മുടെ ബോബി ചെമ്മന്നൂരിനെ 14 ദിവസത്തേക്കാണല്ലോ റിമാൻഡ് ചെയ്തത്. അപ്പോൾ ഞാൻ അന്നത്തെ ചർച്ച എനിക്ക് തോന്നുന്നു കൈരളി ചാനലിൽ ഞാനന്ന് പറഞ്ഞു 3 ദിവസത്തിനകം 2-3 ദിവസത്തിനകം ജാമ്യം കിട്ടുമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് 4ാമത്തെ ദിവസം ജാമ്യം കിട്ടി. ഉദ്യോഗസ്ഥർ നിയമം ഇതാണ്, അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ കാണിക്കാനുള്ള അനുവാദം ഇല്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിരാഹാരം കിടക്കുന്നത് മെൻസ് കമ്മീഷൻ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ്, കമ്മീഷൻ കൊണ്ടുവരണം എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം നിരാഹാരം കിടക്കുന്നത്. പിന്നെ വേണമല്ലോ അത് കൃത്യമായിട്ട്. അദ്ദേഹം ആദ്യത്തെ വേദി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഓഗസ്റ്റ് 15-ന് അദ്ദേഹത്തിന്റെ ചുമതലയൊന്നും കൊടുത്തിരുന്നില്ല. പക്ഷേ നമ്മുടെ ഒരു 1-2 പ്രോഗ്രാമൊക്കെ, 3-4 പ്രോഗ്രാം അദ്ദേഹം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3 വർഷത്തിന് മുൻപേ രക്തസാക്ഷി മണ്ഡപത്തിന്റെ ഫ്രണ്ടിൽ നിന്നിട്ടാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് നമ്മുടെ ആവശ്യം മെൻസ് കമ്മീഷനാണ്. അന്ന് തൊട്ടാണ് അദ്ദേഹം മെൻസ് കമ്മീഷന് വേണ്ടി സംസാരിച്ചു തുടങ്ങിയത്. അതിനുശേഷം അദ്ദേഹത്തിനൊരു കേസ് വന്നു, ഹണി റോസിന്റെ വിഷയമായിട്ടൊരു കേസ് വന്നു. അപ്പോൾ അദ്ദേഹം ശക്തമായിട്ട് മെൻസ് കമ്മീഷൻ കൊണ്ടുവരണം, പുരുഷന്മാരുടെ പ്രശ്നങ്ങൾ പറയുവാൻ വേണ്ടിയിട്ട് ഒരു വേദി വേണം എന്ന് പറഞ്ഞ് എല്ലായ്പ്പോഴും ഞങ്ങൾ പറയുന്ന ഒരു വാക്കാണ്, മെൻസ് കമ്മീഷൻ വേണം. പിന്നെ KSRTC ബസ്സിലെ പുരുഷന്മാർക്ക് സംവരണം, മനസ്സിലായില്ല? ഇപ്പം ഞങ്ങളുടെ ആവശ്യം അതും കൂടിയാണ്. KSRTC ബസ്സിൽ പുരുഷന്മാർക്ക് സംവരണം വേണം. കാരണം ഇപ്പോൾ നമ്മുടെ ഗണേഷ് കുമാർ സാറ് മന്ത്രിയായതിനു ശേഷം ഒരു 2-3 സീറ്റ് കൂടി സ്ത്രീകൾക്ക് സംവരണം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ പകുതി കൂടുതൽ ഏകദേശം ആയി. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ കയറിക്കഴിഞ്ഞാൽ ഈ ലേഡീസ് സീറ്റ് കഴിഞ്ഞാൽ അവർക്ക് സംവരണമുള്ള സീറ്റുകളിൽ ഓരോരുത്തരിരിക്കും. മറ്റൊന്ന് ഒഴിഞ്ഞു കിടന്നാൽ പോലും ഇവർ ഈ ജനറൽ സീറ്റുകളിൽ വന്ന് ഈ ജനാലയുടെ അടുത്തിരിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരായിട്ട് വന്നിരുന്ന് ഫുള്ളാക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ എന്തായാലും പുരുഷന്മാർക്ക്, കാര്യം ഒരുപാട് പേര് ശാരീരിക പ്രശ്നങ്ങളുള്ളവരുണ്ട്, പുറമേ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും തോന്നില്ല, പക്ഷേ ശരീര പ്രശ്നമുള്ള പുരുഷന്മാരുണ്ട്. അവർക്കും ഇരിക്കാനുള്ള സീറ്റ് വേണം, സീറ്റ് സംവരണം പുരുഷന്മാർക്കും വേണം. ഞാൻ ഗണേഷ് കുമാറിന് ആ സമയത്ത് തന്നെ നിവേദനം കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇദ്ദേഹം ചാർജ് എടുത്ത സമയം, മന്ത്രിയായിട്ട് വന്ന സമയം. അപ്പോൾ ഇനി അടുത്തും ഒരിക്കൽ കൂടി ഞാൻ കാണുന്നുണ്ട് അദ്ദേഹത്തെ. കണ്ടതിന് ശേഷം മറ്റു നടപടികളുമായിട്ട് പോകും. അദ്ദേഹം അന്ന് നല്ലൊരു അഭിപ്രായമാണ് പറഞ്ഞ് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാം. മെൻസ് കമ്മീഷൻ വേണമെന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്നത് സ്ത്രീകളല്ല, പുരുഷന്മാരാണ്. പക്ഷെ പുരുഷന്മാർ തന്നെ തുറന്നു പറയാൻ വേണ്ടിയിട്ട് മടിക്കുകയാണ്. അതുകൊണ്ടാണ് ആത്മഹത്യകൾ കൂടുന്നത്. കാര്യം ഇവൻ ആരോടും പറയാൻ പറ്റില്ല. ഒരു സുഹൃത്തിനോട് പോലും, ഒരു പുരുഷനായിട്ടുള്ള ഒരു നല്ലൊരു ആണിന് സുഹൃത്തിനോട് പോലും എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയുമായിട്ട് ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കഴിവുകെട്ടവനായിട്ട് മാറുകയാണ്. അവന് കരയാനുള്ള ഒരു സാഹചര്യം പോലും ഇല്ല പുരുഷന്. അവൻ അവസാനം ചെയ്യുന്ന എന്താണ്? ആത്മഹത്യ ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഓരോ 4 മിനിറ്റിലും ഓരോ പുരുഷൻ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അവൻ ആത്മഹത്യ ചെയ്യുന്നത്? അവൻ്റെ പ്രശ്നങ്ങൾ പറയുവാൻ ഒരു സ്ഥലമില്ല. ഇനി കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ പോയി കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ എന്തിനും പോലീസ് സ്റ്റേഷനിലാണോ പോകുന്നത്? പുരുഷന്മാർ പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ കേസ് എടുക്കില്ല, എടുത്താലും വലിയ പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. കാര്യം വാദി പ്രതിയാവും, പെണ്ണ് പറയുന്നതേ കേൾക്കത്തുള്ളൂ. അത് ഈ അടുത്ത കാലത്ത് ഫിലോകാലിയയുടെ അദ്ദേഹം ഉണ്ടല്ലോ, അദ്ദേഹം പരാതി കൊടുത്തില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ കുത്തി എന്നാണ് പറയുന്നത്. കത്തിയെടുത്ത് കുത്തിയിട്ട് പോലും സ്റ്റേഷനിൽ ചെന്നപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞത് കുട്ടികളുടെ ഭാവി, നമ്മുടെ കുടുംബം ഒക്കെ ഇതെല്ലാം നോക്കി നമ്മൾ എല്ലാവരും പുരുഷന്മാർ അങ്ങനെ ചെയ്യുന്നത്. കേസ് കൊടുക്കാതെ അതിൽ നിന്ന് പിന്മാറി വന്നു. അതേസമയം ഈ പറയുന്ന ജിജി ഫിലോകാലിയ പുള്ളിക്കാരി കംപ്ലൈന്റ് കൊടുത്തപ്പോൾ ഇദ്ദേഹത്തെ പീഡിപ്പിച്ചു, ഗാർഹിക പീഡനമായി, പിന്നെ വേറെ പല പീഡനങ്ങളായി. മനസ്സിലായത്? ഇതുകൊണ്ട് ഇവിടെ പുരുഷന്മാർക്ക് നേരെ പോയി പറയാൻ ഒരു സ്ഥലമുണ്ടെങ്കിൽ, ഒരു മെൻസ് കമ്മീഷൻ ഉണ്ടെങ്കിൽ, അവിടെ പുരുഷന്മാരുടെ ആത്മഹത്യയെക്കുറിച്ചും പുരുഷന്മാരുടെ പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെ പഠിക്കാനും
അതനുസരിച്ചിട്ടുള്ള മറ്റു നടപടികളിലോട്ട് പോകാനും ഒരു കേസ് എടുപ്പിക്കുവാനും പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ കേസ് എടുക്കുന്നില്ലല്ലോ, കേസ് എടുപ്പിക്കാൻ അവിടെ നിന്ന് ഒരു കോൾ അതിൻ്റെ ആവശ്യം വരും പുരുഷാവകാശ കമ്മീഷനിൽ നിന്ന്. അപ്പം അത് വേണം. അതുകൊണ്ടാണ് നമ്മൾ പ്രധാനമായി ഇതാണ് ഉപയോഗിക്കുന്നത്. പുരുഷാവകാശ കമ്മീഷനും ട്രാൻസ്പോർട്ട് ബസ്സിൽ സവാദ് എന്ന് പറഞ്ഞ ഒരാൾക്ക് ഇതിന് വലിയൊരു പിന്തുണ കൊടുത്തവരാണ് ഈ മെൻസ് അസോസിയേഷൻ. തീർക്കാവജിത്താണ് മാലയൊക്കെ ഇട്ട് സ്വീകരിച്ചത്. കേരളത്തിൽ വലിയ ചർച്ചയായിരുന്നു. അയാൾ പിന്നീടും അതേ സമാനമായ കേസുകൾ വീണ്ടും ജയിലിലാവുന്നു. പിന്നീട് ഇപ്പോഴും KSRTC ബസ്സുകളിൽ കിടന്ന് കറങ്ങുന്നത് കൊണ്ട് ആളുകൾ പിടിച്ചതായിട്ടുള്ള ആളുകൾ പിടിച്ചുവല്ല. ഞാൻ ചോദിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് കൂടി ഒരു പിന്തുണ കൊടുക്കുന്ന പോലെ ആവില്ലേ നിങ്ങളുടെ ഈ ഒരു അതെങ്ങനെ പുരുഷന്മാർക്ക് സീറ്റ് ഉണ്ടെങ്കിൽ അവിടെ കയറി മിണ്ടാതിരിക്കില്ല. അവിടെ പെണ്ണില്ലല്ലോ, മനസ്സിലായില്ലേ? അവിടെ പെൺപിള്ളേരില്ലല്ലോ. സംവരണം ഉള്ള സീറ്റിൽ പുരുഷന്മാരിലേ ഉണ്ടാവുള്ളൂ. അവിടെ വരുമ്പോ അങ്ങനെ ഒരു വിഷയം ഉണ്ടാവില്ല. ഇങ്ങനെ ചെയ്യാമെന്നാണ് അപ്പൊ പറയുന്നത്. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പൊ സംവരണം ഉള്ളത് അതവരെ അനുകൂലിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് പറയുക, പുരുഷന്മാർക്ക് സംവരണം ഉള്ളിടത്ത് പുരുഷന്മാരിലേ ഇരിക്കും. അപ്പൊ അവിടെ കയറി സഭാതിരുന്നാലും തൊട്ടടുത്തിരിക്കുന്ന പുരുഷനല്ലേ. അപ്പൊ പിന്നെ അവിടെ വേറെ പ്രശ്നം വരുന്നില്ലല്ലോ. അതാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ അടുത്തൊരു സ്ത്രീ ഉണ്ടെങ്കിൽ അപ്പൊ അങ്ങനെ ചെയ്യുന്നോണ്ട് കുഴപ്പമില്ല. ഞാൻ പറയട്ടെ, സവാദ് അങ്ങനെ ചെയ്തു എന്നുള്ള ആ വീഡിയോയിലുണ്ടോ? വീഡിയോയിലില്ല. സവാദ് ഇവൾ പറഞ്ഞെന്ന് പറഞ്ഞ ഒരു കൈയാക്ഷനൊക്കെ കാണിച്ചാണ് നന്ദിത വന്നത്. കാരണം എന്ന് പറഞ്ഞാൽ സമാന കുറ്റം എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ രണ്ടാമതും മൂന്നാമതും വരുമ്പോ ഇതെല്ലാം കാണുന്നതും വീഡിയോ പിടിക്കുന്നതും ആരാണ്? നന്ദിതയാണ്. നന്ദിത പിടിച്ചാണ് ഇത് പുറത്തു വിടുന്നത്. ഞാൻ ചോദിക്കട്ടെ, നന്ദിതയ്ക്ക് കൂട്ടുകാരികൾ ഉണ്ടാവുമല്ലോ, ആ ആളവിടെ നന്ദിത അല്ല എന്ന് പറയുന്നു. അപ്പൊ പിന്നെ ആളവിടെ ഈ പീഡനം കാണിക്കുന്ന ലൈംഗിക വൈകൃതങ്ങളുള്ള പീഡനങ്ങൾ നടത്തുന്ന ഇത്തരക്കാർക്ക് കൂടി സംരക്ഷണം ഒരുക്കുന്ന രീതിയിലല്ലേ നിങ്ങളുടെ ഈ സംഘടന അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കമ്മീഷൻ കൂടി വേണമെന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്തിയെന്നുള്ളതാണ് ചോദ്യം. ഞാന് സവാദിന്റെ കേസ് ഇടപെട്ടതിന്റെ കാരണമെന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ ഒരുപാട് പേര് ഇങ്ങനെ പലരെയും തേജോവധം ചെയ്യുന്നുണ്ട്. അത് മാത്രവുമല്ല, ഒരു വീഡിയോ അവർ ചെയ്യുന്ന ഈ യൂട്യൂബർമാരാണ് കൂടുതലും. ഇപ്പൊ ഈ ഇടയ്ക്ക് ഒരു ചേട്ടൻ തൊട്ടടുത്ത സീറ്റിലിരിക്കുന്നു. ആ പെൺകുട്ടി ഇങ്ങനെ ഫ്രണ്ട് ക്യാമറ ഓൺ ചെയ്തിട്ട് ഷൂട്ട് ചെയ്തെടുക്കുന്ന ഒരു സംഭവം വന്നിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഫ്രണ്ട് ക്യാമറ ഷൂട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അതിലോട്ട് നോക്കും അല്ലേ? എന്നിട്ട് ആ ചേട്ടന്റെ മുഖത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തിരിയും. സ്വാഭാവികം അങ്ങനെയാണല്ലോ. ഞാനായാലും ക്യാമറ ഓൺ ചെയ്തു, നമ്മൾ സ്വാഭാവികമായിട്ട് അങ്ങോട്ട് നോക്കും. എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് നോക്കിയാൽ സ്വാഭാവികമായിട്ട് തിരിയും. അതവിടെ നടന്നത് അങ്ങനെയാണ്. പക്ഷേ അത് പിന്നീട് നമ്മൾ ആ പെൺകുട്ടിയെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവളുടെ ബാക്ക്ഗ്രൗണ്ടിലോട്ട് പോയപ്പോൾ ഒരുപാട് വീഡിയോസ് മോശം അവസ്ഥയിൽ വളരെ അവൾക്ക് ഈ നന്ദിതയെ പോലെ തന്നെയാണ് ഡ്രസ് അലർജിയാണ്. അങ്ങനെയുള്ളൊരു പെൺകുട്ടിയാണ് ഈ സംഭവമായിട്ട് വരുന്നത്. അപ്പം ഞാൻ മനസ്സിലാക്കിയത് സവാദിന്റെ കേസ് ഇടപെടാനുള്ള കാരണം ഒരുപാട് പെൺകുട്ടികൾ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അതിലൊന്നും അത്യാവശ്യം റീച്ച് കിട്ടുന്നില്ല. അവർക്ക് ഒരു കാരണവശാലും സോഷ്യൽ മീഡിയയിൽ വൈറലാവാൻ പറ്റാതെ വരുമ്പോൾ ഒരു പുരുഷനെ ഇരയാക്കി കഴിഞ്ഞാൽ നിഷ്പ്രയാസം അവർക്ക് വൈറലാവാൻ പറ്റും. അതിനൊരു തടയിടുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. അത് ഞാൻ തടയിട്ടു, അതിൽ വിജയിച്ചു. അതിൽ നമ്മൾ വിജയിച്ചു. ഇപ്പോ അത് പിന്നെ അങ്ങനെ തെറ്റാവും? ഒരിക്കലും അല്ല. കാര്യം അതിനു മുന്നേ ജാമ്യം കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പൊ അതിൽ കുറച്ച് തരികിടുണ്ട്. ആര് റിമാൻഡിലാണ്? ഒരു റിമാൻഡ് എന്ന് വെച്ചാൽ 14 ദിവസമല്ലേ? ഈ കേസുകൾ വീഡിയോ എടുത്ത് തെളിവ് സഹിതം കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം അങ്ങനെ ഒരു 30 ദിവസം. കാര്യം വൈറലായ ഒരു സംഭവമാണത്. എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 30 ദിവസം ജയിലിൽ കിടക്കേണ്ട ആളാണ്. പക്ഷേ ഇദ്ദേഹം ഒരു റിമാൻഡ് പോലും ഇല്ലാതെ ജാമ്യത്തിൽ ഇറങ്ങി. രാഹുൽ ഈശ്വർ ഇപ്പൊ നിരാഹാരത്തിലാണ്. ഈ പുരുഷ കമ്മീഷൻ ഒരു ആവശ്യമാണ് തീർച്ചയായിട്ടും. അതുമായി തന്നെ മുന്നോട്ട് പോകാനാണ് നിങ്ങളുടെ തീർച്ചയായും. പിന്നെ നമ്മള് 10 വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ, അത് ഞങ്ങളുടെ തീരുമാനം അത് തന്നെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകും.